ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. ഫെമിനിസ്റ്റുകൾക്ക് ടോണില്ല, എമ്പതി ഇല്ല, സിമ്പതി ഇല്ല, അതിൽ ഫീൽ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ വാദം ശരിയല്ല. അവർ കൂടുതൽ ഫീൽ ചെയ്യുന്നതും കൂടുതൽ വേദനിക്കുന്നതും കൊണ്ടാണ് കൂടുതൽ ആങ്കർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അവള് കൊലയാളി എന്തെല്ലാം ഇവർ ഇങ്ങനെ വിളിക്കാൻ ഇവരൊക്കെ ആരാ? ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ആർക്ക് കണ്ടാലും മനസ്സിലാവാൻ തട്ടുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഷിംജിതയുടെ രക്ഷകനായിട്ട് ഇപ്പോൾ ചെകുത്താൻ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ നമ്മുടെ ഇട്ടേക്കുന്ന വീഡിയോസിനകത്തും കമന്റ് ബോക്സിലും അതുപോലെ DMസിലൊക്കെ കുറച്ച് ആൾക്കാർ ബ്രോ ചെകുത്താൻ പറഞ്ഞത് കേട്ടില്ലേ, റിയാക്ട് ചെയ്യണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നായിരുന്നു ഷിംജിതയുടെ ജാമ്യം പരിഗണിക്കേണ്ടുന്ന ആ ഒരു ദിവസം. എന്താണെങ്കിലും ഷിംജിതയ്ക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആ ന്യൂസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. കോടതിയോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയേക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു ഇത്. കാര്യം അവർക്ക് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇവളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെങ്കിലും ദീപക് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇവളും ഇപ്പോൾ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഒരു കാര്യം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടും ഇവൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇവള് പറയുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന ആൾക്കാർക്കൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ പ്രകടിപ്പിച്ചിട്ടില്ല, ആർക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വെറും റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇപ്പൊ ഇവൾ ഉദ്ദേശിക്കുന്നത് ദീപക്കിനെതിരെയും കൂടെ ഒരു കേസ് കൊടുത്ത് അതൊന്നും എങ്ങനെയെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ആ ബസ്സിലുള്ള ഒരാളെ സ്വാധീനിച്ചുകൊണ്ട് അയാളിൽ നിന്ന് മോശം ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളൊരു സാധനം വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇവളുടെ ഈ ഒരു ജാമ്യത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കേസിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഇവ കിളവ് കിട്ടുമെന്നുള്ളൊരു സാധനമാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നീക്കം ഇവള് ഇതിന്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട്. അതിന്റെ ന്യൂസോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഷിംജിതയുടെ സഹോദരൻ നൽകിയിട്ടുള്ള ഒരു പരാതിയുണ്ട്. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നേരിട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ മേലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നുള്ളതാണ്. അവർ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ, അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനുള്ള, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് കോടതിയെ പോലീസ് റിപ്പോർട്ടായി അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് ആ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയുണ്ട്. അതായത് ആ യുവതിയോടാണ് ആദ്യം ദീപക് അധിക്ഷേപം കാണിച്ചത് എന്നായിരുന്നു ഈ പെൺകുട്ടി തന്റെ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത്. അവർ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അവരെ അടക്കം ഒരുപക്ഷെ ഈ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ പ്രതിക്കെതിരെ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കസ്റ്റഡി ലഭിച്ച ശേഷം അതീവ രഹസ്യമായിട്ടായിരിക്കും തുടർ നടപടികൾ. നമുക്കറിയാം വലിയ ജനരോഷം പോലീസ് ഭയക്കുന്നുണ്ട്. ഈ പ്രതിയെ വടകരയിൽ നിന്ന് പിടികൂടിയ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുവരിക എന്ന് അറിയിച്ചു. ഇവളിപ്പം ഈ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം, ഈ കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഭയങ്കര റെസ്പെക്ട് തന്നെയാണ് കോടതിയുടെ ആ ഒരു തീരുമാനത്തോട്. കാര്യം ഇവൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനപ്പുറം ഇവള് ചെയ്യും. കാര്യം ഇത്രയൊക്കെ ആയിട്ടും ദീപക് തെറ്റുകാരനാണ്. അപ്പം ആ മനുഷ്യന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ആരെങ്കിലും ത്രൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൾ കൊടുത്തേക്കുന്ന ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ കൊടുത്തേക്കുന്ന കേസിനെ ബലപ്പെടുത്താനെ കൊണ്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇവൾക്കെതിരെ വന്നേക്കുന്ന ഈ ഒരു കേസിനകത്ത് എന്തെങ്കിലും ഇളവുകൾ അവൾക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യം വിചാരിച്ചുകൊണ്ട് അവൾ തീർച്ചയായിട്ടും അവൾ അത് ചെയ്യും. ഇവൾ അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. റീച്ചിന് വേണ്ടിയിട്ട് ഇത് ചെയ്തതൊക്കെ അത് ചെയ്യാനാണോ പാട്? ഇത് പറയുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസം സീക്രട്ടായിട്ട് സാധിച്ചേണ്ട വീഡിയോ കാണുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. ന്യൂസ് 18 ഒരു ചാറ്റ് ഒരു ലേഡിയുടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഷിംജിതയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്നത് 18-ാം തീയതി ആണെങ്കിൽ അതിന്റെ തലേ ദിവസമാണ് ഷിംജിതയ്ക്കെതിരെ ആ ഒരു ലേഡി കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ലേഡി ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധുവായിട്ട് സംസാരിക്കുന്ന ഒരു ചാറ്റ് ഉണ്ട്. ആ ചാറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. അത് ന്യൂസ് 18 തന്നെ പുറത്തു വിട്ടതാണ്. ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ട്. ഇനി കേസിന്റെ ഭാഗമായി അന്വേഷണം വരുവാണെങ്കിൽ നടന്നതൊക്കെ പറയാൻ റെഡിയാണ്. മീഡിയ വഴി പബ്ലിസിറ്റി ആക്കുന്നതിൽ പ്രോബ്ലം ഉണ്ട്. വേറെ ഒന്നും വിചാരിക്കല്ലേ. കേസ് നമ്പർ കിട്ടുമോ? ആ തരാം. പബ്ലിസിറ്റി ആക്കരുതേ. എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതാണ് ട്രസ്റ്റ് ചെയ്യുന്നു. ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാറ്റ് പുറത്തുവിട്ടുണ്ട്. അതായത് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ പൊന്നുമോള് കാരണം ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്, മറ്റു പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായി അല്ലേ, അവർക്കും ഇതുപോലെ പ്രശ്നം ഉണ്ടായി. ദീപക് എന്ന് പറയുന്ന വ്യക്തിനെ ഇവള് കൊന്നു, അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അവള് കൊന്നു. ഓക്കെ, അതേപോലെ മറ്റൊരാൾക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തിനെ പറ്റിയിട്ട് ഈ മനുഷ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴും ഈ വ്യക്തിയുടെ മരണത്തിന് ശേഷം മുമ്പ് ഒക്കെ തന്നെ ഈ മനുഷ്യനൊരു മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ പോലും വന്ന് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ സവാദിന്റെ ഒക്കെ കേസ് പറയുമ്പോഴത്തേക്കിന് സവാദിന്റെ ആ ഒരു കേസൊക്കെ വരുന്ന ടൈമിൽ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ സവാദിനെ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളും ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ റിയാക്ട് ചെയ്യുന്ന ടൈമിൽ ആ പറഞ്ഞേക്കുന്ന വ്യക്തികളെ പറ്റിയിട്ട് ഒക്കെ ഇയാൾ ഇത്തരക്കാരനാണ്, ഇങ്ങനത്തെ സ്ഥിര അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ബോക്സിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയാറുണ്ട്.
അപ്പം ഇത് അങ്ങനെ പോലത്തെ ഒരു സംഭവം പോലും ആ മനുഷ്യനെതിരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ആ മനുഷ്യൻ തെറ്റുകാരനാണെന്ന് വാദിച്ചുകൊണ്ട് ഷിംജിതയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഷിംജിതേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കൽ ഉൾപ്പെടുന്ന ബാക്കിയുള്ള ഒരു സോക്കോൾഡ് കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. അപ്പം ഈ ചെകുത്താൻ സ്ത്രീകൾ ഇത്തരത്തിൽ പല സ്ത്രീകളാണെങ്കിലും ഷിംജിതയ്ക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് സംസാരിക്കുന്നത് അവർ നീതിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അല്ലാതെ നാളെ ഒരു പെണ്ണിന് ഇതുപോലെ ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ പ്രതികരിക്കരുത് എന്നുള്ളതല്ല, അവിടെ പ്രതികരിക്കണം, അതിന്റെ പ്രോപ്പർ വേയിലൂടെ അവർ പ്രതികരിക്കണം. റീച്ചിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്ത ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത്, നിരപരാധിയായിട്ടുള്ള ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാക്കരുത് എന്നൊരു രീതിയിൽ തന്നെ എല്ലാ സ്ത്രീകളാണെങ്കിലും ഒന്ന് പ്രതികരിച്ചത്. അതിൽ ഒരു ചില സ്ത്രീകളുണ്ട് ഷിംജിതനെ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ഈ ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ അറിയാമല്ലോ. അവൻ ആ കൂട്ടത്തിൽ ഈ ഒരു പുരുഷനായിട്ടുള്ള അല്ലെങ്കിൽ ഒരാണായിട്ടുള്ള ചെകുത്താന് വന്നിട്ട് ഇങ്ങനെ ഷിംജിതനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കിനിടെ ചെകുത്താന് നാളെ ഇതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ബസ്സിൽ അവിടെ ഇവിടെ കയറിയിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വെറുതെ ഒരു കള്ളപ്പരാതി ആരെങ്കിലും ഒന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടു. അപ്പോഴും ചെകുത്താൻ പറയുക ഓക്കെ അവള് പറഞ്ഞാണ് ശരി, എനിക്കെതിരെ കേസ് എടുത്തോളൂ, അവള് സൂപ്പർ, അവള് കിടിലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ. എന്താണെങ്കിലും ചെകുത്താൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ അടുപ്പിച്ച് ഷിംജിത കീ ചെയ്തും പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട്. അതിലിട്ടേക്കുന്ന ഒരു വീഡിയോ ഒക്കെ അത് പറഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വെക്കാം. ഈ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഷിംജിത എന്ന് പറയുന്ന പെൺകുച്ച് പറയുന്നത് ഒന്നും കേൾക്കാത്തൊരു ഒരു പ്രത്യേക നടപടി പോലെയാണ് തോന്നിയത്. അവൾ എന്തിനു വീഡിയോ എടുത്തു, അതുപോലെ തന്നെ ഈ വീഡിയോ വിഷ്വൽ കണ്ടിട്ട് എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല, വൈറലാവാൻ ചെയ്തതാണ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലെ മനഃപൂർവ്വം അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ ആത്മഹത്യ പ്രേരണ എന്ന രീതിയിൽ മാത്രം ഇങ്ങനെ കാണുന്നത് എന്താ? ഇത് സർവ്വസാധാരണമായിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ ഈ വീഡിയോ എടുപ്പും പബ്ലിഷ് ചെയ്യലൊക്കെ. പിന്നെ ഇതിനു മുമ്പ് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ വേറൊരു പെൺകുട്ടിയുടെ ശരീരഭാഗത്ത് ഇയാൾ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ ഡിസ്കംഫർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഈ ഷിംജിത വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ചോദ്യം പോലും ചോദിക്കാത്തത് എന്താണ് പോലീസ്? ഇവൾ വൈറലാവാൻ എടുത്താലെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? പിന്നെ ഇങ്ങനെ ഏക്കേതാ പൂക്കേതാന്ന് അറിയാതാണ് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ആ ബസ്സിനകത്ത് CCTV വിഷ്വൽസ് പുറത്തു വന്നതും അവിടുത്തെ ബസ് ജീവനക്കാരും അവിടുത്തെ ആ ബസ് ജീവനക്കാരൊക്കെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ ബസ്സിനകത്തുള്ള ബാക്കിയുള്ള ആളുകൾ പോലും ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് എവിടെയും വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്നിട്ടും ഇതൊന്നും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെകുത്താൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ചെകുത്താൻ വേറെ ഏതോ യൂണിവേഴ്സിൽ ഇരിക്കുകയാണ്, ഇപ്പോഴാണ് പെയ്യെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞിടുന്നത്. ട്യൂബ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു. വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ട് മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ നമുക്ക്, സൈക്കാട്രിസ്റ്റിന്റെ കമന്റ്സ് നമുക്ക് കേൾക്കേണ്ടി വരും. ഇതുവരെ ഒരു മീഡിയയും ഒരിടത്തും ഒരു സൈക്കാട്രിസ്റ്റിന്റെ കമന്റ് ഞാൻ കേട്ടില്ല. ഒരു സൈക്കോളജിസ്റ്റെങ്കിലും കമന്റ് പറയുക അത് നല്ലതാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് കമന്റ് പറഞ്ഞാൽ മാത്രമേ ചെകുത്താനെ പോലുള്ള ഒരാൾക്ക് ഇത് കൺവീൻസിങ് ആയിട്ട് തോന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഞാനിവിടെ ഒരു കാര്യം പറയാം. മനസ്സിന് അത്രത്തോളം കട്ടിയില്ലാത്തൊരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ നിരപരാധിയാണെങ്കിൽ കൂടി അയാൾക്കെതിരെ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ ഒരു ആരോപണം വന്ന് ആളുകളുടെ മുന്നിൽ നാണം കിടേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നത്. നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ എത്ര വാദിച്ചെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആൾക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പൊ ഈ ഒരു മനുഷ്യന്റെ കേസിൽ പല ആളുകൾ ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് കമന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള ആളുകളുടെ മുന്നിൽ അദ്ദേഹത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും, അല്ല ഈ കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്, ആ മനുഷ്യൻ അത്രത്തോളം മനസ്സിന്റെ ഒരു താളം തെറ്റിപ്പോയേക്കുന്ന ഒരു ടൈമിലാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ആവശ്യം വേണ്ട, അതിന് കോമൺ സെൻസ് മതി. ഓക്കെ, ആ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾക്ക് മാനസികമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാൾക്കത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാവോടെ. ഇപ്പോൾ ചെകുത്താൻ ചിലപ്പോൾ ഇയാൾക്കെതിരെ എന്തെങ്കിലും കരാതിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സൂപ്പർ കിട്ടില്ലെന്ന് ആയിരിക്കും പറയാം. പക്ഷെ എന്നിട്ട് എല്ലാ ആൾക്കാർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ലല്ലോ. വേറൊരു പ്രധാന സാധനമുണ്ട്. ഈ ബസ്സിലൊക്കെ കയറിയിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരെയോ സാമാനം എടുത്ത് കാണിക്കുന്നവരുടെയൊക്കെ കയ്യിലൊരു ബാഗ് കാണും. സ്ഥിരം കാഴ്ചയാണ് ഈ ബാഗ്. ഈ മരിച്ചു അയാളുടെ ബാഗിനകത്ത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു. അയാളുടെ ബാഗിനുള്ളിൽ എന്താണ്, എന്തിനാണ് ഇയാൾ ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്? അപ്പം അങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്തു. ഇവിടെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നത് പോലെ തന്നെ മാത്രമേ ഷിംജിത ചെയ്തിട്ടുള്ളൂ, കൂടുതൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഷിംജിത വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഷിംജിത ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ കെട്ടിപ്പിടിച്ചൊരു ഫ്രഞ്ച് കിസ് അടി, എന്നിട്ട് അവളിപ്പോൾ അവളുടെ ഭർത്താവുമായിട്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അവരുടെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ല വേണ്ട, ഡിവോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ നേരെ പോയിട്ട് ഷിംജിതനെ കല്യാണം കഴിക്കുക, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. പിന്നെ ആ ബാഗ് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒതളങ്ങി അതിനകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ബാഗ് അങ്ങനെ വെച്ചേക്കുന്നത്. പുള്ളി സെയിൽസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ മനുഷ്യന്റെ ബാഗിനകത്ത് ആ സാധനങ്ങൾ ക്യാരി ചെയ്യാനെ കൊണ്ട് ബാഗ് അല്ലാതെ തലയെ ചുമന്നുകൊണ്ട് പോകും, അല്ലെങ്കിൽ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് പോകുമോ? ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടെ ഷിംജിതയെ കൊലയാളി എന്ന് വിളിക്കുമ്പോൾ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ
അയാൾക്ക് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ അയാളും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ലേ? ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളുടെ മനോവികാരം ആർക്കും മനസ്സിലാവത്തില്ലേ? എന്നാൽ ഈ പറയുന്ന ദീപക് കുറ്റം ചെയ്തു അല്ലെ തെറ്റ് ചെയ്തെന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തെങ്കിലോ? അയാൾ പോലീസ് പിടിക്കും അല്ലെങ്കിൽ കേസും ആയിട്ട് നടക്കേണ്ടി വരും, നാളെ വാർത്തയിൽ പെടും, ആ എന്താ പറയുക സവാദിന് സംഭവിച്ചോ എല്ലാം സംഭവിക്കും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടല്ലേ അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതിനകത്ത് അയാളെ അങ്ങനെ പ്രേരിപ്പിച്ചത് ഷിംജിത മാത്രമല്ലല്ലോ, ഈ നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ ഈ സമൂഹം ഒന്നിച്ച് ഒരുപോലെ ഉത്തരവാദിത്തം ഇല്ലേ ഇതിനകത്ത്? എടാ, ഇതിനകത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. പറഞ്ഞാൽ മനസ്സിലല്ലേ? സവാദിനെതിരെ എന്തൊക്കെ വന്നിട്ട് അവൻ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവനൊന്നും ഇതൊന്നും പ്രശ്നമല്ല. അതല്ലാത്ത ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരാൾ ഇപ്പം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും ആൾക്കാരുടെ മുന്നേ എങ്ങനെ ഫേസ് ചെയ്യുന്നു വിചാരിച്ചാൽ ചിലപ്പോൾ അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ അത് ശരിയാണ്, അതല്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു കേസിൽ ആ മനുഷ്യൻ നിരപരാധിയാണ്. ആ മനുഷ്യൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ തെറ്റ് ചെയ്തെന്ന് പ്രൂവ് ചെയ്യാനെ കൊണ്ട് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഒരു ഫാക്ട് പറയുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എവിഡൻസ്, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കാണിച്ചിട്ട് പറയുക ആ മനുഷ്യൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 2 സെക്കൻഡ് റീൽ അവൾ സ്ലോ മോഷനിൽ ഉണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് തൊലിച്ചിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിട്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് മുട്ടിച്ച് ഇന്ന് എന്നെ പിടിയെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് ആ മനുഷ്യൻ തെറ്റുകാരനാണെന്ന് പറയുന്നത് നമുക്ക് കൺവീൻസിങ് അല്ലടേ. അവൾ കൊലയാളി എന്തെല്ലാം ഇവർ ഇങ്ങനെ വിളിക്കാൻ ഇവരൊക്കെ ആരാ? ഇവർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ആർക്ക് കണ്ടാലും മനസ്സിലാവാൻ തട്ടുന്നുണ്ട്, അത് യാതൊരു സംശയമില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഷിംജിത ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഫ്രഞ്ചീസ് അടി, അതാണ് നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് പറ്റിയൊരു കാര്യമാണ്. അതേ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളൂ. ഇനി ചെകുത്താൻ ഒരു മറുപടി ആയിട്ട് ബൈജു എന്ന് പറയുന്ന ആ ചേട്ടനാണ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഉണ്ട്, അതോടെ നമുക്കൊന്ന് കാണാം. എന്നിട്ട് ശ്രീലക്ഷ്മി അറക്കലിലോട്ട് വരാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്നും ഒരു പുരുഷ കേസരി ജനിച്ചിരിക്കുന്നു. ജനിച്ചിട്ട് കുറേ വർഷമായി. ഒരു കാലത്ത് എൻ്റെ ആരാധനാ പുരുഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുമാതിരി മൈന. ഈ ബസ്സിൽ നടന്ന ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കും ഈ അന്വേഷണത്തിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഒരാഴ്ച ഈ സംഭവം കഴിഞ്ഞിട്ട് എന്നിട്ടും ഷിംജിതയ്ക്കെതിരെ ഒരു നടപടി എടുക്കാൻ പോലീസുകാർക്ക് കോടതിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ? അതുകൊണ്ടല്ലേ ചെകുത്താന് അല്ലേ വൈറലാവാൻ ചെയ്തതാണ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ലെ മനഃപൂർവ്വം അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ, ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന സംഭവമാണല്ലോ ഈ വീഡിയോ എടുപ്പും പബ്ലിസിറ്റി പബ്ലിഷ് ചെയ്യലൊക്കെ. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഉടൻ ഒന്നുകിൽ ആ ബസ്സിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പം തന്നെ 121 വിളിച്ചിട്ട് പോലീസുകാരെ വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് അല്ലേ ചെകുത്താനെ? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അനാവശ്യമായ ഒരു ടച്ച് ചെയ്യുന്നു കാണുമ്പോൾ തന്നെ ഈ സമൂഹം പ്രതികരിക്കണം. ഇതൊന്നും ചെയ്യാതെ ബസ്സിനകത്ത് ഒരു ഒച്ചപ്പാട് പോലും ഇല്ലാതെ, ബസ്സുകാർ പോലും അറിയാതെ, പോലീസുകാരോ ഹോംഗാർഡോ അറിയാതെ വളരെ കൃത്യമായി ബസ്സിനകത്ത് നിന്ന് എടുത്ത വീഡിയോ നേരെ വടകരയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി എയർ ചെയ്യുക എന്ന് പറയുന്നത് വെറും 1 മണിക്കൂർ കൊണ്ട് നടന്ന സംഭവമല്ല. പയ്യന്നൂരിൽ നിന്ന് വടകര എത്താൻ തന്നെ ബസ്സിൽ എത്ര സമയം വേണമെന്ന് അറിയോ? 2-2.5 മണിക്കൂർ വേണം. എന്തിനാ ഇത്രയൊക്കെ സമയം കാത്തിരുന്ന് അവരുടെ അക്കൗണ്ടിലൂടെ ഇത് പുറത്തേക്ക് വിട്ടത്? അതൊക്കെ പോട്ടെ, എന്തിനാ അവസാനം ഇവളിത് ഡിലീറ്റ് ചെയ്തത്? അതും ഷിംജിതയുടെ സുഹൃത്തായ ചെകുത്താൻ അന്വേഷിക്കണ്ടേ? എന്താ അന്വേഷിക്കായിരുന്നു ചെകുത്താനെ? ഒന്നിനെക്കുറിച്ചും വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ല അല്ലേ? വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ തുമ്മിയും തുപ്പിയും കിട്ടുന്ന സാധനങ്ങളൊക്കെ വന്ന് ഇവിടെ അങ്ങ് ചാർത്തി പോകാനുള്ള പരിപാടിയല്ലേ? ചെകുത്താൻ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ഒരുമാതിരി കണ്ടന്റുമായിട്ട് ഇറങ്ങുന്നത് ഒട്ടും ശരിയല്ല ചെകുത്താന്. വളരെ മോശം. മുമ്പ് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ വേറൊരു പെൺകുട്ടിയുടെ ശരീരഭാഗത്ത് ഇയാൾ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ ഡിസ്കംഫർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഷിംജിത വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ചോദ്യം പോലും ചോദിക്കാത്തത് എന്താണ് പോലീസ്? എന്തോന്നടേ ഇത്? പെൺകുട്ടി ഈ സംഭവം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ കണ്ണൂർ സൈബർ സ്ക്വാഡിന് ഈ പരാതിയൊക്കെ കൈമാറിയിട്ടുണ്ട്. ഇതൊക്കെ വാർത്തകളുടെ വന്നിട്ട് ഇപ്പൊ 4-5 ദിവസമായി. വേറൊരു പ്രധാന സാധനമുണ്ട്. ഈ ബസ്സിലൊക്കെ കയറിയിരുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ സ്പർശിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നവരെയോ സാധനം എടുത്ത് കാണിക്കുന്നവരുടെയൊക്കെ കയ്യിൽ ഒരു ബാഗ് കാണും. ഈ മരിച്ച അയാളുടെ ബാഗിനകത്ത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു. അയാളുടെ ബാഗിനുള്ളിൽ എന്താണ്? എന്തിനാണ് ഇയാൾ ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്? ബാഗ് എടുക്കുന്നവരൊക്കെ തട്ടാനും മുട്ടാനും പോകുന്നവരാണ് പോലും. സത്യം പറഞ്ഞ ചെകുത്താനെ, നീ ജോലിക്കും കൂലിക്കും വേലയ്ക്കൊന്നും പോകാത്തതുകൊണ്ടാണ് ഈ ബാഗിന്റെ മഹത്വം അറിയാത്തത്. അത്യാവശ്യം ബസ്സിലൊക്കെ ഒന്ന് സഞ്ചരിക്കണം. അപ്പൊ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗ് ഉപയോഗിക്കും. ഇദ്ദേഹം ഒരു വസ്ത്ര വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബാഗിനകത്ത് ക്ലോത്തിന്റെ സാമ്പിൾസ് ആണ്. അത് അദ്ദേഹത്തിന്റെ ഓണർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെകുത്താൻ സത്യം പറഞ്ഞ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടോ. ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി തുപ്പിയും തൂറിയ സാധനമൊക്കെ എടുത്തിട്ടാണ് ഇദ്ദേഹം വീഡിയോ ആക്കിയത്. സുഹൃത്തിന്റെ വെള്ളപൂശാനൊക്കെ ഇറങ്ങിയേക്കുക കള്ളൻ അടി. പിന്നെ ഈ ചേതൻ ഈ ബാഗിന്റെ കാര്യം പറയുമ്പോഴേ, ഞാനാണെങ്കിൽ എവിടെയെങ്കിലും ബസ്സിൽ അങ്ങൊക്കെ എവിടെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാലും ചുമ്മാ ഒന്നും എടുത്തില്ലെങ്കിലും ചുമ്മാ പേരിന് കയ്യിൽ ബാഗ് ഒരെണ്ണം വെക്കാറുണ്ട്. അതിനകത്ത് ഒന്നെങ്കിൽ പവർ ബാങ്ക് കാണും, പിന്നെ എക്സ്ട്രാ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി എക്സ്ട്രാ അത്യാവശ്യം നമ്മുടെ ഈ ഒരു ഫോൺ കാണും, ചാർജർ കാണും, അങ്ങനെ കുറച്ച് കിടതാപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗിനകത്തുണ്ട്. അത് മാത്രമേ കാണുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ആ ബാഗ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ ബാഗും കൊണ്ട് ബസ്സിൽ കയറുന്ന എല്ലാ ആൾക്കാരും ഇതിന് വേണ്ടിയിട്ടാ ചെകുത്താൻ്റെ കണ്ടുപിടുത്തമൊക്കെ ഭയങ്കരമാണ് കേട്ടോ. ബാഗ് കൊണ്ട് ഇപ്പം ഇതിനകത്ത് അശ്വിൻ മടപ്പള്ളിയാണല്ലോ ഇതുപോലെ ആ മനുഷ്യൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട്, അത് ക്യാരി ചെയ്യുന്നതിൻ്റെ രീതിയിലാണ് കൈ ഇതുപോലെ തട്ടിയെന്നുള്ള സാധനം പറയാനുണ്ടല്ലോ. അശ്വിൻ മടപ്പള്ളി പറയുന്നതൊന്നും ശരിയല്ല, അതൊക്കെ തെറ്റാണ്. ഇപ്പം ചെകുത്താൻ പറയുന്നത്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി.
ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഈ ലോകത്ത് എല്ലാവരും പറയുന്നത് തെറ്റാണ്, അവരെല്ലാം തെറ്റാണ്, ഞാൻ മാത്രമാണ് ശരി എന്നൊരു ലൈനാണ് ഇപ്പം ചെകുത്താൻ പിടിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഷിംജിത് ഇറങ്ങി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് നിങ്ങളൊരു ഫ്രഞ്ചീസ് അടിക്കണം. അത് നിങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒട്ടുക്കത്ത റീച്ച് ആയിരിക്കും. സീരിയസ്ലി അവരാണ് ഷിംജിത്തേക്കാൻ റീച്ച് ആയിരിക്കും, നിങ്ങൾക്ക് റീച്ച് ആയിരിക്കും, ഒട്ടുക്കത്ത റീച്ച് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ ഈ പറയുന്ന കാണികളായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഈ സോ കോൾഡ് ഫെമിനിസ്റ്റുകളെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ വിളിക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മി ഇറക്കൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ കിടന്നങ്ങ് പൂണ്ട് വിളയാടുകയാണല്ലോ. ഇപ്പം ഇതിന് കുറെ വിമർശനങ്ങൾ വന്നപ്പോൾ ശ്രീലക്ഷ്മി ഇറക്കൽ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റോറി നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഈ ഫെമിനിസ്റ്റുകൾക്കെല്ലാം വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, ആരോടും എമ്പതി ഇല്ല, സിമ്പതി ഇല്ല എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ കുറെ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. അവർക്കല്ല, കുറെ ആൾക്കാർക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ് അത് പറ്റിയേക്കുന്നത്. സോ കോൾഡ് ഫെമിനിസ്റ്റുകളായിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത നിങ്ങളെ പോലുള്ള വന്നിട്ട് ഇമാതിരി പരിപാടികൾ വന്നിട്ട് അതിനകത്ത് കാണിക്കുമ്പോൾ ഇമാതിരി വിഷം തുപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അത് മനസ്സിലാവും. അത് നിങ്ങൾ തന്നെയാണ് വന്ന് തെളിയിച്ചേക്കുന്നത്. ആക്ച്വലി അങ്ങനെയല്ല, നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയും നിങ്ങളുടെ ടോൺ ശരിയില്ല എന്ന്. ഇപ്പൊ നമ്മളുടെ ഒരാളുടെ ടോൺ എങ്ങനെയാ ഉണ്ടായി വരുന്നത്? ടോൺ എന്നൊക്കെ പറയുന്നത് മാറ്റിയിട്ട് പോയി സർജറി ചെയ്തിട്ട് മാറ്റിയിട്ട് ടോൺ മാറ്റിയിട്ട് ഇനി ചർച്ചയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അല്ല, അത് പറയുമ്പോ ഈ സംസാരിക്കുന്ന ടോണിലല്ലല്ലോ നിങ്ങളൊക്കെ വന്ന് ചർച്ചയ്ക്കകത്ത് സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾ ആംഗ്രി ആവുന്നു. ഒരു വെറുതെ നിൽക്കുന്ന ഒരു പെണ്ണ് എന്തായാലും ആംഗ്രി ആവൂല. ആ പെണ്ണ് ആംഗ്രി ആവുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഓക്കെ, അത് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള റീസൺസ് ഇല്ലാതെ ആരും ആംഗ്രി ആവത്തില്ല. എനിക്ക് പറയൂ, എന്താണ് നിങ്ങൾക്ക് ഇത്രയും നിങ്ങളെ ആംഗ്രി ആക്കിയിരിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഒരു വിഷയത്തിൽ ആംഗ്രി ആയിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അത് അത്രമാത്രം സഹിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഹിച്ചിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ. അല്ല, ദീപകിന്റെ കേസിൽ നിങ്ങൾ എന്താണ് സഹിച്ചത്? ദീപകിന്റെ കേസിൽ എന്താണ് നിങ്ങൾ സഹിച്ചത്? എനിക്ക് മനസ്സിലായി. അതിനകത്ത് നിങ്ങൾക്ക് എന്താ പ്രോബ്ലം ഉണ്ടായത്? എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഇതുപോലെ നാളെ ഇതുപോലെ ഷിംജിതയുടെ കൂട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ബസ്സിൽ കയറി ഇങ്ങോട്ട് അപരാധം കാണിക്കണം നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടായത്? അതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്? അതുകൊണ്ടാണ്. അപ്പം ആ ആങ്കർ വരുന്നത് ഒരു കോസിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ ആങ്കറിനും ഒരു റീസൺ ഉണ്ട്. റീസൺ ഇല്ലാതെ ആങ്കർ ഉണ്ടാകത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നീട് പറയുന്നതാണ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു വെച്ചാൽ, നമ്മൾക്ക് സമാനമായ സിറ്റുവേഷൻസ് ഉണ്ടായത് കൊണ്ടും നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മളെ തന്നെ സങ്കല്പിക്കുന്നതുകൊണ്ടും ആണ് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വേറൊരാൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഓരോ കേസിലും നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന്, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് ഏതെങ്കിലും ആണുങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. നിങ്ങൾ തന്നെ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനെ പോലെയാണ്, നിങ്ങളുടെ അച്ഛൻ എന്തോ മോശക്കാരനാണ്, എല്ലാ ആണുങ്ങളും അതുപോലെയാണ്. കുറേ ആണുങ്ങളുടെ ഞാൻ പുറകെ നടന്നിട്ടുണ്ട്, പക്ഷെ ആരും എന്നെ അങ്ങോട്ട് നോക്കുന്നില്ല, എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല. ഒരു വായി തന്നെ 2 വർത്താനം പറഞ്ഞ് നിങ്ങളുടെ കുറേ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കിടപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങ് സിറ്റുവേഷൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് എന്തെന്നാ നിങ്ങൾ പറയുന്നത്? എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്കുള്ള അനുഭവം അത് ആങ്കറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ആ അതേ സിറ്റുവേഷനിലാണ് നമ്മൾക്കാണ് ആ അനുഭവം വരുന്നതെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്ക് കുറെ പാസ്റ്റ് എക്സ്പീരിയൻസ് അതേപോലത്തെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഫെമിനിസ്റ്റുകൾക്ക് ടോണില്ല, എമ്പതി ഇല്ല, സിമ്പതി ഇല്ല, അവർ ഫീൽ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ വാദം ശരിയല്ല. അവർ കൂടുതൽ ഫീൽ ചെയ്യുന്നതും കൂടുതൽ വേദനിക്കുന്നതും കൊണ്ടാണ് കൂടുതൽ ആങ്കർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേണ്ടി. എൻ്റെ പൊന്നടാവേ, നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഫെമിനിസം എന്താണെന്ന് ആരോ എന്തോ പൊട്ടത്തരങ്ങളാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആയിട്ട് ഇവിടെ കൂട്ടിയിട്ടില്ല, നിങ്ങളൊരു ഫെമിനിസ്റ്റ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫെമിനിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം സുനിത വില്യംസ് സ്പേസിൽ പോയിട്ട് വന്നേക്കുന്ന ഈ ഒരു കാര്യത്തെയൊക്കെ അതിനെയൊക്കെ ഫെമിനിസം എന്ന് വിളിക്കാം. ഒരു വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? സ്ത്രീകൾക്ക് സ്കൈ അല്ല ലിമിറ്റ് എന്ന് ലോകത്തോട് വിളിച്ച് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുനിത വില്യംസ്. അതിനെയൊക്കെ നമുക്ക് ഫെമിനിസം എന്ന് വിളിക്കാം. അല്ലാതെ വന്നിട്ട് പുരുഷനെ നെഞ്ചത്ത് കുതിര കയറുന്നതാണ് ഫെമിനിസം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ പോലുള്ള ഏപ്പരാച്ചികളെ ഫെമിനിസം എന്ന് കൂട്ടാൻ പറ്റില്ല. നിങ്ങളൊക്കെ വേറെ ഏതോ നികൃഷ്ട ജീവികളാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും കൊള്ളാം. ഈ ചെകുത്താന് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു സംഗമം, നിങ്ങൾ ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. എന്നിട്ട് അതിന് വേറെ ഏതെങ്കിലും പേരിടണം. ജസ്റ്റിസ് ഫോർ ഷിംജിത എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ #ഹാഷ്ടാഗ് ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചെകുത്താൻ്റെ ഷിംജിതയുടെയും കല്യാണത്തിന് നിങ്ങൾ വേണം മാലയൊക്കെ എടുത്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ. നിങ്ങൾ അങ്ങനെ ഒരു പരിപാടിയും കൂടെ ചെയ്യണം കേട്ടോ. അത് അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും, കിടിലായിരിക്കും, വൻ റീച്ച് ആയിരിക്കും, വൻ പൊളിയായിരിക്കും.